നമ്മൾ നാരങ്ങ എപ്പോഴും എടുത്താൽ അതിൻ്റെ കുരു വെറുതെ കളയലാണ് അല്ലേ. നമ്മൾ ഒരു കാര്യത്തിന് ഉപയോഗിക്കാതെ ഇപ്പം ഓറഞ്ചിൻ്റെ കുരുവാണെങ്കിലും നാരങ്ങയുടെ കുരുവാണെങ്കിലും നമ്മൾ മാറ്റും. എന്താണെന്ന് വെച്ചാൽ കറിയിലിട്ട് കഴിഞ്ഞാൽ കറി കയ്പ്പ് വരും. അച്ചാറിനാണെങ്കിലും നമ്മൾ പിന്നെയും കയ്പ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർ അച്ചാറിൽ കുരു ഇടും. അപ്പം ആ കുരു കളയല്ലേ കേട്ടോ. അത്ര ബെനിഫിറ്റാണ് നമ്മളെ ഹെൽത്തിനാകട്ടെ നമ്മളുടെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു നാരങ്ങ ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഒന്ന് അമുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കുരു നല്ല രീതിയിൽ തന്നെ പുറത്ത് വരും. ഇതുപോലെ ഒന്ന് അമുക്കി കൊടുത്താൽ മതി. 4 ഭാഗവും ഇങ്ങനെ നമ്മളൊന്ന് ചുറ്റിച്ച് അമുക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ കുരുക്കൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെയും ആരും പറഞ്ഞു തരാത്ത അറിയാത്തതുമായ അടിപൊളി ടിപ്പുകളാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ നാരങ്ങ ഇതുപോലെ ഉപ്പിലിട്ടിട്ട് അച്ചാറിടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഉപ്പിലിട്ട് ചാലിച്ച് ചോറിനൊപ്പം കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. പല രീതിയിൽ നമ്മൾ നാരങ്ങ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഞാനിതിപ്പോൾ കുരു മാറ്റിയപ്പോൾ അങ്ങനെ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഉപ്പിലിട്ടിട്ട് നമ്മൾ അച്ചാറിടുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ വെറുതെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കാന്താരിയും ചാലിച്ച് കഴിച്ചാലും അതുമാത്രം മതി ചോറ് കഴിക്കാൻ, കഞ്ഞിക്കൊക്കെ കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ ഒരു ഓറഞ്ച് എടുക്കുന്നുണ്ട്. ഓറഞ്ച് എടുക്കുമ്പോൾ ആ വലിയ ഓറഞ്ചിനേക്കാളും നല്ലത് ഇതുപോലെ ചെറിയ ഓറഞ്ചില്ലേ, അതെടുക്കുന്നതായിരിക്കും ഇത്തിരി കൂടി ടേസ്റ്റും അതിൻ്റെ ഒരു ഗുണങ്ങൾ കൂടുവാനും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആ ഒരു ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നേരിയ തീയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഡിസംബർ മാസം വരുന്നത് മാത്രമല്ല, എന്നും അലർജി പ്രോബ്ലവും എന്താണ് പറയുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തുമ്മൽ, ജലദോഷം എപ്പോഴും ഇപ്പോൾ 2 ആഴ്ച ജലദോഷം ഉണ്ടാവില്ല, പിന്നെ ജലദോഷം വരിക, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കൂടി ഇതുപോലെ ഒന്ന് നിങ്ങൾ ഓറഞ്ച് ഒന്ന് കഴിച്ചു നോക്കട്ടോ. ദിവസവും കഴിക്കാൻ പറ്റിയ ദിവസവും കഴിക്കുക, യാതൊരു കുഴപ്പമില്ല, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ കിടിലൻ ടിപ്പാണ്. എന്നും ഇതുപോലെ ചെയ്ത് കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു 5-6 ദിവസം കഴിക്കുക, എന്നിട്ട് 2 ദിവസം സ്കിപ്പ് ചെയ്യുക, അങ്ങനെ തുടർന്ന് കഴിക്കുമ്പോൾ ആ ഒരു അലർജി പ്രോബ്ലം മാറുന്നതായിട്ട് കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പനി വരുന്ന സമയത്ത് നിർത്താതെ ജലദോഷം തുമ്മലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ജലദോഷപ്പനിയൊക്കെ വരില്ലേ, അപ്പം നമുക്ക് തൊണ്ടക്കൊക്കെ പെട്ടെന്ന് ഒരു മാറ്റം വരാനായിട്ട് സഹായിക്കും ഇതുപോലെ ചെയ്താൽ. ആ ഒരു നേരിയ തീയിൽ ഓറഞ്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും നമ്മൾ തേന് എന്താ പറയുക 1 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം നമ്മൾ ഗ്യാസ് ഓണാക്കി വെക്കരുത്. തേൻ ഒഴിച്ച ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് നല്ലപോലെ ചുറ്റിനും ആ ഒരു ഓറഞ്ചിൻ്റെ ചുറ്റിനും ഒരു കളറ് വ്യത്യാസം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു തേൻ ഒഴിച്ച് കൊടുക്കേണ്ടത്. തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ ഇട്ട് കുക്ക് ചെയ്യരുത്, ചൂടാക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു അര ഓറഞ്ചിൽ ഈ ഒരു കഷ്ണം മുഴുവനെ കഴിക്കാം. ഇല്ലെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ആ ഒരു നീര് ഫുള്ള് കുടിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ജലദോഷപ്പനിയും പനിയുടെ അസ്വസ്ഥതകളും ഒക്കെ നിമിഷനേരം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഇങ്ങനെയൊക്കെ നമ്മൾ ഹോം റെമഡീസ് ചെയ്യുമ്പം. കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം കൊടുത്താൽ മതി. ഒരു 8 മാസം 1 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ കൂടി ഇത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രം കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ആ ചൂടോടുകൂടി തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ആ ഒരു ബേൺ ചെയ്ത ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി ബേണായിട്ട് വന്നിട്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. എന്നാലും കുട്ടികൾ ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. വയസ്സിനനുസരിച്ച് കുറച്ചും കൂട്ടിയും കൊണ്ടുവരാം. വളരെ 100% റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാവുന്ന. ഇനിയിപ്പോൾ മഞ്ഞുകാലം വരുമ്പം എന്നും ജലദോഷവും തുമ്മലും തൊണ്ടവേദനയും ഒക്കെ നമുക്ക് വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിന്യൂസ്ലി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നമുക്ക് മാറിക്കിട്ടുന്നതാണ്. വരാതിരിക്കുവാനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആകാനായിട്ട് സൂപ്പറാണ് കേട്ടോ ഇത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല സ്കിന്നിന് ചേഞ്ച് വരും. നമുക്കിപ്പം ഡള്ളായിട്ടുള്ള സ്കിന്നാണ്, നമ്മൾ എന്താ പറയുക ടാണൊക്കെ അടിച്ച് കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് നമ്മൾ പുറമേ തേക്കുന്നത് നമുക്ക് എപ്പോഴും ആ ഒരു റിസൾട്ട് നിലനിൽക്കണമെന്നില്ല. പക്ഷേ ഇതുപോലേക്ക് നമ്മൾ ഉള്ളിൽ കൂടി കഴിച്ച് കഴിയുമ്പം അത് 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പാണ്.
ഓറഞ്ച് ഓൾറെഡി വളരെ നല്ലതാണ്, പക്ഷേ ഇങ്ങനെ ബേൺ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചുട്ടെടുക്കുമ്പം അതിൻ്റെ ഗുണം കൂടുതൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. തൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഏതൊരു അസ്വസ്ഥതയും മാറ്റിയെടുക്കാനായിട്ട് സൂപ്പർ ഒരു കാര്യം തന്നെയാണ് ഇത് കേട്ടോ. ഇപ്പം ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട്, ഇത് 2-3 പ്രാവശ്യമായിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ കുടിക്കുക. കുട്ടികൾക്ക് വളരെ കുറച്ച് മാത്രം കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇനി ഓറഞ്ചിൻ്റെ കുരു കൊണ്ട് കുറച്ചധികം ടിപ്സുകൾ കാണിച്ചു തരാം. നമ്മൾ കാസറോളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് അതിൽ ചൂട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചൂട് നിൽക്കുന്ന കപ്പാസിറ്റി കുറയാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ പഴയ കാസറോളൊക്കെ നമ്മൾ സാധനങ്ങൾ വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് തിളച്ച വെള്ളം ഇട്ട് 2 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളം മാറ്റിയതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് നമ്മൾ സാധനങ്ങൾ ഇടിയപ്പം ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും എന്താണെങ്കിലും വെച്ച് കൊടുക്കുക. ഒരു ഉച്ച വരെ, രാവിലെ മുതൽ ഒരു ഉച്ച വരെ നല്ല ചൂടായി തന്നെ അതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ടിപ്പല്ല. ഇപ്പോൾ ജോലിക്കാർക്കാണെങ്കിലൊക്കെ വളരെ നല്ലതാണ്. ഫ്രഷ് ആയിട്ട് തന്നെ സാധനങ്ങളിരിക്കും. ഇനി നമ്മൾ കാസറോൾ ഉപയോഗിക്കാണ്ട് മാറ്റി വയ്ക്കുന്ന കാസറോൾ അല്ലെങ്കിൽ ഫ്ലാസ്ക് ആകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലാകട്ടെ, നമ്മളിപ്പം എന്താ പറയുക വാട്ടർ ബോട്ടിലാകട്ടെ, എന്താണെങ്കിലും ഇതുപോലെ നമ്മൾ ഈ ഒരു നാരങ്ങയുടെ കുരു ഇതുപോലെ ഇട്ട് കൊടുത്ത് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല, ആ ഒരു പഴയതിൻ്റെ ആ ഒരു ഇതും ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ഈ ഒരു കുരു കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വറുക്കേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടാനാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാത്രം കുരുക്കൾ ഉണ്ടാകുമ്പോൾ നമുക്കത് പൊടിഞ്ഞ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തത്. അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതുപോലെ പൊടിച്ച് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മളുടെ ഹെൽത്തിനും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കുരുവാണ്. ഈ കുരുവിന് ഭയങ്കര കയ്പ്പാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത്ര കയ്പ്പാണ്. പക്ഷേ അറിയാലോ, കയ്പ്പിന് ഗുണം ഏറെയാണ്. നമ്മളിപ്പോൾ കയ്പ്പൊക്കെ ആണെങ്കിലും നമ്മളുടെ എന്തൊരു കയ്പ്പുള്ള സാധനമാണെങ്കിലും അതിന് ഗുണം ഇരട്ടിയാണല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഈ ഒരു കുരു പൊടിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുക കേട്ടോ. വെട്ടി തിളപ്പിക്കുക എന്ന് പറഞ്ഞപ്പം ഒരു 3/4 ഗ്ലാസ് ആണെങ്കിൽ 1/2 ഗ്ലാസ് അത്രയൊക്കെ മതി. കുറേ നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല. നല്ല കയ്പ്പാണ് കേട്ടോ, അത് ഞാൻ പറയുന്നു. പിന്നെയും പറയുന്നത് വെച്ചാൽ അത് കുടിക്കാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൽ തേനോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, അല്ലാണ്ട് തന്നെ കുടിക്കുക. നമ്മളുടെ പ്രഷർ ഷുഗർ ഒന്ന് കൺട്രോൾ ആകാനായിട്ട് ഇത് സൂപ്പറാണ് കേട്ടോ. വളരെ ബെനിഫിറ്റാണ്, നല്ലൊരു ബെനിഫിറ്റുള്ളൊരു സാധനമാണ്. പക്ഷേ കുടിക്കാൻ കുറച്ചധികം, ഇപ്പോൾ പാവക്ക ജ്യൂസ് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പോലെ തന്നെ ഈ ഒരു ജ്യൂസ് കുടിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹെൽത്തിന് വളരെ നല്ലതാണ്. നിങ്ങളിപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കണമെങ്കിൽ അതൊന്നും നിർത്തിയിട്ട് ഇത് കുടിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഇൻസുലിനൊക്കെ എടുക്കുന്നവരാണെങ്കിലും ഇത് കുടിക്കുക. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം കുടിക്കുക. അത് കൺട്രോളായി വരുമ്പോൾ കുറച്ച് കൊണ്ടുവരിക. അല്ലാണ്ട് ഒറ്റയടിക്ക് നമ്മളത് മെഡിസിൻ നിർത്തിയിട്ട് നമുക്ക് എന്താണ് പറയുക, അത് ഷുഗർ അങ്ങോട്ട് കൂടിപ്പോകുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ സാവകാശം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മരുന്നുകൾ, നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള മരുന്നുകൾ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടില്ല. സാവകാശം മാത്രമേ നമ്മളെ ശരീരത്തിൽ അത് ഇതായിട്ട് വരുള്ളൂ. നമ്മളെ വയറിനൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ്. വയറ് നല്ല പോലെ തന്നെ ക്ലീൻ ആകാനൊക്കെ വളരെ നല്ലതാണ്. വെറും വയറ്റിൽ കുടിക്കണമെന്നൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറത്തേക്ക് ഭക്ഷണമൊന്നും കഴിക്കരുത്. അതുവരെയും വെയിറ്റ് ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കാവുള്ളൂ ഇത് കുടിച്ചു കഴിഞ്ഞാൽ കേട്ടോ. വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള, അതുപോലെ സ്കിന്നിനും വളരെ നല്ലതാണ് ഈ ഒരു ഇത്. കുറേ ഒന്നും ഇതിലേക്ക് ആ ഒരു പൊടി ഇടരുത്, ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. ഇനി കുട്ടികൾക്ക് വിരയുടെ ശല്യം, കൃമിയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കുരു പൊടിച്ചതും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കൃമിശല്യം വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. കുട്ടികൾക്ക് ഈ ചോക്ലേറ്റും ജങ്ക് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് അതുപോലുള്ള അസ്വസ്ഥതകൾ വളരെ അധികമായിരിക്കും. ഈ എന്താ പറയുക, വിരശല്യം, അതുപോലെ കൃമിയുടെ ശല്യം, വയറിൽ പല വിധത്തിലുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്,
ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വളരെ എന്താണ് പറയുക മടി കാണിക്കുക, അങ്ങനെയൊക്കെ വരുമ്പം ഈ വിരശല്യം കൃമിശല്യമൊക്കെ കൂടുമ്പോഴാണ് ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വളരെ മടി കാണിക്കുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇതൊന്ന് 2 ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല രീതിയിൽ അവരെ വയറും ക്ലീൻ ആകും. അതുപോലെ കൃമിയും വരെയൊക്കെ ഉണ്ടെങ്കിൽ അത് മലത്തിലൂടെ പോയി കിട്ടുന്നു കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള എന്താ പറയുക 2 ദിവസം അടുപ്പിച്ച് കൊടുത്തിട്ട് നിർത്തണം കേട്ടോ. എപ്പോഴും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ആ ഒരു അസ്വസ്ഥതയും ഉണ്ടാവില്ല. അങ്ങനെ ഒരു 2-3 മാസം നിങ്ങളങ്ങനെ കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ കൊടുക്കണം അപ്പോൾ കൊടുക്കണമെന്നൊന്നുമില്ല. 2 ദിവസം അടുപ്പിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അടുത്തത് ഈ ഒരു പൊടിയിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ടാണുള്ള ഏതൊരു ഭാഗത്തും ഇത് കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ റിസൾട്ടാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ കൈമുട്ടിൻ്റെ അവിടെയൊക്കെ നല്ല ഡാർക്കായിരിക്കുമല്ലോ, കാൽമുട്ടിൻ്റെയും കൈമുട്ടിൻ്റെയും, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളുടെ സൺ ടാണൊക്കെ വരുമല്ലോ മുഖത്താണെങ്കിൽ കൂടി. അപ്പോൾ ഇതുകൊണ്ടൊന്ന് നല്ലതുപോലെ സ്ക്രബ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാക്ക്, നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന ഏതെങ്കിലും ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ 100% പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5-6 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്ലൈസ് നാരങ്ങയാണ് കേട്ടോ. നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയുടെ, അല്ലെങ്കിൽ ഓറഞ്ച് ഇടണ്ട, നാരങ്ങ തന്നെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലിയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓയിൽ, ഇതിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു സ്മെല്ലിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു നാരങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നത്. ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ അലമാരിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ പാഡ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ചെറിയ റൗണ്ട്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വരച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിനൊന്ന് വെട്ടിയെടുക്കുക. ഇതെന്ന് പറയുമ്പം നമുക്ക് വളരെ ഉപകാരപ്രദമായ കണ്ണീച്ച ശല്യം, ഈച്ച ശല്യം, പല്ലി ശല്യം, പാറ്റ ശല്യം, ഇവയുള്ള ഭാഗങ്ങളിലെല്ലാം ഇത് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. എവിടെയാണോ നിങ്ങൾക്ക് ഈ ഒരു, അല്ലെങ്കിൽ അലമാരയിലാണെങ്കിൽ പൂപ്പൽ വരിക, അല്ലെങ്കിൽ എന്താ പറയുക ബാഡ് സ്മെൽ വരുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പാഡ് അങ്ങനെ ചെറിയ കഷ്ണമാക്കി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആരും കാണില്ല. വലിയ പീസാക്കി നമ്മൾ വെക്കുമ്പം അത് പെട്ടെന്ന് അത് കാണും അല്ലേ. അപ്പോൾ അത് കാണാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഊതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് ആകാൻ വേണ്ടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നത്. സാൻഡൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് നല്ലപോലെ നിൽക്കും. ഇനി നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും, ബാത്റൂമിലാകട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഡൈനിങ് റൂമിലാകട്ടെ, എവിടെയാണോ നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ല് വേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ ചെരുപ്പ് വയ്ക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ വർക്കുള്ള ചെരുപ്പുകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ചൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു വർക്കൊക്കെ ഫെയ്ഡായി പോകുവാനും ചെരുപ്പ് ചീത്തായി പോകുവാനും, ലെതറൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചീത്തായി പോകും ക്വാളിറ്റിയുള്ള ലെതറൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതൊന്നും അങ്ങനെ പോകാതിരിക്കുവാനും ആ ഒരു പുതുമ നഷ്ടപ്പെടാണ്ടിരിക്കാനും വെക്കുക. അതുപോലെ ബാഗുകളും ഡ്രസ്സുകളൊക്കെ വെക്കുന്ന അലമാരകളിലൊക്കെ പൂപ്പലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു അവിഞ്ഞ മണം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും എടുത്ത് ഉപയോഗിക്കില്ലല്ലോ പുതിയ ഡ്രസ്സുകൾ. അപ്പം ഒരു അവിഞ്ഞ മണമൊന്നും ഇല്ലാതിരിക്കുവാനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അതൊന്ന് നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടുതലൊന്നും ചെയ്യരുത്, ഒന്ന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്മെല്ല് അവിടെ നിൽക്കും. മാസത്തിൽ ഒരിക്കൽ ആ ഒരു പാഡ് മാറ്റിക്കളയണം കേട്ടോ. എന്നിട്ട് വേറെ വെച്ച് കൊടുക്കണം. ആഴ്ചയിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഏതൊരു കബേർഡിലാണെങ്കിലും പാറ്റശല്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അല്ലികൾ നമ്മൾ ഇതുപോലെ ഒന്ന് അടത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വിറ്റാമിൻ സിയുടെ കലവറയാണ്. നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടുവാനും, നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനും, നമ്മളുടെ ക്ഷീണം മാറ്റിയെടുക്കുവാനൊക്കെ ഓറഞ്ച് വളരെ നല്ലതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പല രീതിയിൽ ഇത് കഴിക്കാറുണ്ട്. ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. വളരെ എഫക്റ്റീവാണ്. നമ്മളുടെ സ്കിൻ ഗ്ലോയിങ് ആകുവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഓറഞ്ച് ഇത്രയും ഭംഗിയിൽ ഞാൻ ചെയ്യുന്നത് ഈ ഒരു തൊലി എനിക്ക് ആവശ്യമായത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഞാൻ ഓറഞ്ച് ഇതാക്കി എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം പട്ട ഇടുന്നുണ്ട്, ഒരു നുള്ള് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് തേൻ ഒഴിച്ചു കൊടുക്കുക. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ തേന് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് രാത്രി നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. രാത്രി ചെയ്തിട്ട് രാവിലെ നമ്മൾ വേണമെങ്കിൽ ആ ഒരു ഓറഞ്ചിൻ്റെ കുരു കളയാവുന്നതാണ്, മാറ്റിക്കളയാവുന്നതാണ്. ഒരു കയ്പ്പ് രസം വരും. പക്ഷേ ഓറഞ്ചിൻ്റെ
കുരു കിടക്കുന്നത് ഹെൽത്തിന് വളരെ ബെനിഫിറ്റാണ്. ഒരു കയ്പ്പ് രസം വരും, ശരിയാണ്, പക്ഷെ അത് നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. വായ്നാറ്റം ഇല്ലാതിരിക്കുവാനൊക്കെ ഈ ഒരു കുരു കിടക്കുന്നത് കൊണ്ട് നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ആ കുരു മാറ്റിയതിന് ശേഷം ഓറഞ്ച് ഇതുപോലെ ഇട്ട് രാത്രി ഇതുപോലെ വെച്ച് രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ ഇതൊന്ന് കുടിച്ചു നോക്കട്ടോ. നിങ്ങളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ നല്ലതാണ്. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് എല്ലാവരും കഴിച്ചാൽ മതി. കുട്ടികൾക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൊടുക്കുക. സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ആ ഒരു തൊലിയിൽ ഞാൻ കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ഇതല്ലേ കരിയിച്ചത്, നമ്മളുടെ ഊതൊക്കെ പോക്കാൻ എടുക്കുന്ന കരിയില്ലേ, അത് നമുക്ക് ഊത് കടകളിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കർപ്പൂരം കത്തിച്ച് വെച്ച് കൊടുത്താലും മതി. അത് ആ ഒരു കരി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കർപ്പൂരം കത്തിച്ച് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇത് സൈനസൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ. സൈനസൊക്കെ ഉള്ളവർക്കും അതുപോലെ മൈഗ്രെയിനൊക്കെ എപ്പോഴും വരുന്നവർക്കാണെങ്കിലും ഇത് വളരെ നല്ലതാണ്. അതിലേക്ക് കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് ആ തലവേദന വളരെ നല്ല രീതിയിൽ റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബേ ലീവ്സാണ്. അതൊരെണ്ണം ഇതുപോലെ ഒന്ന് കഷ്ണിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഓറഞ്ച് തൊലിയുടെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ബേ ലീവ്സും അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ നമ്മളുടെ പോസിറ്റീവ് എനർജി കൂട്ടുവാനൊക്കെ വളരെ നല്ലതാണ്. ഇതൊന്നും സൈനസ് ഇല്ല, തലവേദനയില്ല, ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഇതുപോലെ കത്തിച്ച് കഴിഞ്ഞാൽ ചെറു പ്രാണികളുടെയും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുവാനും വളരെ നല്ലതാണ് കേട്ടോ. വളരെ വളരെ നല്ലതാണ്. അതുപോലുള്ള ചെറുപ്രാണികൾ, കൊതുക്, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ മാറ്റിയെടുക്കുവാനും വളരെ നല്ലതാണ്. ഇത് നല്ല രീതിയിൽ തന്നെ സൂപ്പർ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും കേട്ടോ. നമ്മൾ വില കൂടിയ സാധനങ്ങളൊക്കെ മേടിച്ച് ചെയ്യുന്നതിനേക്കാളും കളയുന്ന സാധനങ്ങൾ കൊണ്ട് ഇതുപോലുള്ള ടിപ്സുകൾ അറിയണമല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അത് ഞാൻ പിന്നെയും പറയണമെന്ന് വെച്ചാൽ ഞാൻ എവിടെ എത്താത്ത ഒരാൾ ഇവിടം വരെ എത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ആ ഒരു പാഡിൽ നമ്മൾ സ്പ്രേ അടിച്ചില്ലേ, അത് നമ്മളുടെ ഫ്രൂട്ട്സിൽ പ്രാണികൾ വരാണ്ടിരിക്കാനും സൂപ്പറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.